ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നു ദേ പോകുന്നു. സുരേഷ് ഗോപി പറഞ്ഞ പോലെ ദേ പോയി ഇതാ വന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. ഞാൻ മിനിയാന്ന് രാത്രി വന്നു, ഇന്നലെ നിന്നു, ഇന്ന് രാവിലെ പോണു. കാരണം ഒരൊറ്റ ദിവസത്തെ ലീവേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ അപ്പുറത്ത് ഷിഫ്റ്റ് ഉണ്ടായ കാരണം കൊണ്ട് നേരം വൈകിട്ടോ നേരത്തെ എനിക്ക് വരാനോ പോകാനോ പറ്റണില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അന്ന് പോവുകയാണ്. അപ്പോൾ പാക്കിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കണ്. ഇനി ബാഗ് സിപ്പ് അടക്കം മാത്രമേ ഉള്ളൂ. കാറിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം പോയി ചായ കുടിക്കട്ടെ. കാരണം 6:40 ഞാൻ KSRTC ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇന്നലെ പരിപാടിക്ക് പോയപ്പോൾ ഞാൻ പരിപാടിക്ക് പോയതിന് വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ അപ്പോൾ കൂടി വീഡിയോസ് എടുത്താൽ ബാക്കി ഞാൻ വന്നത് എനിക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഞാൻ എൻജോയ് ചെയ്യാനല്ല വന്നതിൻ്റെ ഒരു എൻജോയ്മെൻറ്റ് എനിക്ക് തീരെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അവൻ നേരെ പരിപാടിക്ക് പോയപ്പോൾ നബിലാമ എനിക്ക് ബസ് ബുക്ക് ചെയ്തതാണ് KSRTC. ഞാൻ ട്രെയിനിൽ വരാച്ചിട്ടായിരുന്നു. അപ്പോൾ സെയിം ടു സെയിം ടൈമിലായിട്ട് KSRTC കാണാണ്ട് അത് പണി പാളോ എന്തോ ഇല്ലേന്ന് അറിയില്ല, നോക്കണം. അപ്പോൾ എന്തായാലും ഞാൻ KSRTCക്ക് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ പെരിന്തൽമണ്ണ KSRTC സ്റ്റാൻഡിലേക്ക് എന്തായാലും ബസ് വരും ഒരു 6:40 ആവുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ മുന്നേ എനിക്ക് ചായ കുടിക്കണം. എന്നിട്ട് ഒരു 6:15 ഓട്ടോ പറഞ്ഞിരിക്കണ്. അപ്പോൾ അതിന് വേണം KSRTC സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ചായ കുടിച്ചിട്ട് ഇറങ്ങട്ടെ ഗൈസ്. എനിക്ക് ഉറക്കം കാലം പോലെ കണ്ണ് തുറന്നിട്ടില്ല, ഉറക്കം ഇപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് KSRTC കിടന്ന് ഉറങ്ങാമെന്നാണ് വിചാരിക്കുന്നത് ഞാൻ. അപ്പോൾ എന്തായാലും നമുക്ക് ചായ കുടിച്ചിട്ട് വരാം ഗൈസ്. ആദ്യം തന്നെ പോയി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഈ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. നല്ല ചപ്പാത്തിയും നല്ല നെയ്യിൽ ചുട്ട ചപ്പാത്തിയും അതിൻ്റെ മേലെ കൂടെ ബട്ടറും തേച്ചിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. എൻ്റെ ടേബിൾ ബട്ടർ അല്ല, അമൂലിൻ്റെ ഇങ്ങനത്തെ ബട്ടർ കിട്ടും. എനിക്ക് നല്ല ഇഷ്ടമാണ് ആ ബട്ടർ. അപ്പോൾ അതും തേച്ചിട്ടാട്ടോ കഴിക്കുന്നത്. രാവിലെ ഇങ്ങനെ അധികം എരിവുള്ള കറിയൊന്നും കഴിക്കണ്ടെന്ന് വെച്ചിട്ടോ ചപ്പാത്തിയും ബട്ടറും ചായയും കുടിക്കണം. നല്ല പാൽ ചായ കേട്ടോ കുടിക്കുന്നത്. പാൽ ചായ കട്ടൻ ചായ ഇടുന്നു. എനിക്ക് ഓർമ്മ കിട്ടണില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് അങ്ങനെ നേരെ ഒരുങ്ങാൻ വേണ്ടി പോയി. ജസ്റ്റ് ഒരു സൺസ്ക്രീനും ഒരു ലിപ്സ്റ്റിക്കും മാത്രമേ തേച്ചുള്ളൂ കേട്ടോ. അത് മതിയായല്ലോ, ധാരാളം. അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. വേഗം ഇറങ്ങാൻ നോക്ക്. ബസ് വണ്ടി ഓട്ടോ വന്നിട്ട് കുറെ നേരമായി. അങ്ങനെ കിടങ്ങാൻ നേരല്ല, ജൽദി കയറും. അങ്ങനെ നേരെ KSRTC സ്റ്റാൻഡിൽ പോയി. ആദ്യം പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഓട്ടോയിൽ കയറി പോകാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ മമ്മി സായ്മോനൊക്കെ ഞാൻ പോരി എന്തിനാ അവിടെ നിൽക്കണം, എന്നെ ആക്കി തന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ കൂട്ടിക്കൊണ്ട് നിൽക്കാം കേട്ടോ. ഇന്നലെ തലേ ദിവസം ബുക്ക് ചെയ്ത കാരണം കൊണ്ട് നല്ല സുഖമായിട്ട് വിൻഡോ സീറ്റിന് കിട്ടി. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും ടാറ്റ പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഒരു ചെറിയ സങ്കടമുണ്ട്. കാരണം വീട്ടിലെത്തിയപ്പോൾ അത്രയും നല്ലൊരു സ്വീകരണമായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം പോകുമ്പോൾ നല്ലൊരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ സങ്കടം മാറ്റാൻ വേണ്ടി നേരെ ഇയർഫോൺ ചെവി കുത്തി പാട്ട് കേൾക്കൽ തുടങ്ങി. വണ്ടിയിൽ കയറി എനിക്ക് അപ്പം ഇയർഫോൺ കുത്തി പാട്ട് കേൾക്കണം. അങ്ങനെ പാട്ട് കേട്ടുകൊണ്ടിരുന്നാൽ ഞാൻ നല്ലൊരു ഉറങ്ങും. അതൊക്കെ എപ്പോഴുള്ളൊരു ശീലമാണ്. ഓട്ടോയിൽ, ബൈക്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ബസ്സിലൊക്കെ പ്രത്യേകിച്ച് എനിക്ക് അപ്പം തന്നെ ഉറങ്ങണം കേട്ടോ. അങ്ങനെ ആദ്യം നമ്മൾ തൃശ്ശൂർ സ്റ്റാൻഡിലാണ് കുറച്ചൊരു 5 മിനിറ്റൊക്കെ നിർത്തിയിട്ടത് ആ സമയത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലൊരു കോഫിയും ഒരു സമൂസയും മേടിച്ച് കുടിച്ചു. കാരണം രാവിലെ ഞാൻ ചപ്പാത്തി കഴിച്ചിട്ട് പിന്നെ ചെറിയൊരു വിശപ്പ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പിന്നെ നേരെ ഒരു പറഞ്ഞ സമയത്ത് തന്നെ കേട്ടോ ഒരു 10:45 ആയപ്പോഴത്തേന് ഞാൻ കൊച്ചിയിലല്ല, അങ്കമാലി എത്തി. അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് ഞാൻ നേരെ പോണത്. കാരണം അവിടെ നിന്ന് ഒരു അരമണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ. ഫൈനലി ഞാൻ റൂമിൻ്റെ ഭാഗത്തെത്തി. നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കയ്യിലുള്ള സാധനത്തിന് നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ എത്രയും പെട്ടെന്ന് റൂമിൽ കൊണ്ടുപോയി വെക്കട്ടെ ഗൈസ്. എന്നിട്ട് ഞാൻ വരാം. എന്നിട്ട് വേണം മാറ്റിയിട്ട് വർക്കിന് പോകാൻ. ഞാൻ അതിനും വേണം ഇറങ്ങി നടക്കുക. അപ്പം എന്തായാലും ഞാൻ പോട്ടെ ഗൈസ്, കാണാം. അങ്ങനെ നേരെ വന്ന വെഹിക്കിൾ ഒരു 5 മിനിറ്റ് ഇരുന്നതിന് ശേഷം നേരെ ഒരുങ്ങാൻ വേണ്ടി തുടങ്ങിട്ടോ. ഭാഗ്യത്തിന് അന്ന് എല്ലാവർക്കും ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഒപ്പം പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. ഈ ലിപ്സ്റ്റിക്ക് കൊണ്ട് ബ്ലഷ് ഇടാൻ പാടില്ലെന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോസ് ഇങ്ങനെ കാണാറുണ്ട്. പക്ഷേ ബ്ലഷായിട്ട് ഇങ്ങോട്ട് മേടിച്ച് എത്ര കളർ കിട്ടുമോ, ഇത്ര കളറുള്ള ബ്ലഷ് ഏതാണെന്നുള്ളത് ഞാൻ സംഘടിപ്പിച്ചിട്ടില്ല. അത് സംഘടിപ്പിച്ചിട്ട് വേണം എനിക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ തൽക്കാലം ലിപ്സ്റ്റിക്കുമ്പോഴാണ് ഞാൻ നീറ്റ് പോണത്. പിന്നെ അത് കഴിഞ്ഞപ്പം ഫുഡ് കഴിക്കേണ്ട കാര്യം ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് അടിയത്തെ ചേച്ചി പള്ളിപ്പെരുന്നാളായ കാരണം കൊണ്ട് നല്ല നെയ്ച്ചോറും ചിക്കൻ വരട്ടിയതും പപ്പടവും പൈനാപ്പിളും തൈരും അച്ചാറും ഒക്കെ കൊടുത്തു തന്നെ കേട്ടോ. അതൊക്കെ കൂടി ഒരു പിടുത്തം പിടിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ വർക്കിന് ഇറങ്ങിയത്. അതുകൊണ്ട് അവിടുന്ന് ഫുഡ് കഴിക്കണമല്ലോ എന്നുള്ള നേരം കൂടി നമുക്ക് ലാഭിക്കാം. എന്നിട്ട് നമുക്ക് പതുക്കെ നടന്നാൽ മതി കേട്ടോ. അങ്ങനെ പിന്നെ പോണ വഴിക്ക് ഞാൻ വിചാരിച്ചു പോണ വഴിക്കല്ല, പോണതിൻ്റെ മുന്നേ കുപ്പിയിൽ വെള്ളം നിറക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് എന്താ പറയുക, വെള്ളം കുടിക്കാത്തതിൻ്റെ ചെറിയൊരു അസ്കിതകൾ വരുന്നുണ്ട്. അത് കാരണം കൊണ്ട് വെള്ളം നിറച്ച് വെച്ചിട്ട് ഞാൻ പിന്നെ നേരെ ഇറങ്ങി ഗൈസ്. ഇറങ്ങിയിട്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ടായിരുന്നു. പക്ഷേ പകുതി ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടാണ് പോയത് കേട്ടോ. അവിടെ കുറച്ച് നേരത്തെ കാലത്ത് എത്തി, ആ ടൈമായപ്പോൾ എത്തി. അങ്ങനെ പിന്നെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നേരെ ലിഫ്റ്റിൽ കയറിയിട്ട് ഞങ്ങൾക്ക് 2nd ഫ്ലോറിൽ കാട്ട പോകേണ്ടത്. 2nd ഫ്ലോറിലായിട്ടാണ് നമ്മൾ ഡൊമസ്റ്റിക്കിലത്തെ ലോഞ്ച് വരുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ
ഇങ്ങനെ ഇരുന്നിട്ട് ഈ സ്ലിപ്പ് ടൈപ്പാക്കണത് സ്ലിപ്പ് എണ്ണണത് ഇതൊക്കെ ഇങ്ങനെ കാണണ്ടാവില്ലേ. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ പണി സത്യം പറഞ്ഞാൽ സ്ലിപ്പ് എണ്ണ പരിപാടിയല്ല. എനിക്ക് നിന്നിട്ട് ട്രാൻസാക്ഷൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താക്കാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഈ സ്ലിപ്പ് എണ്ണുന്ന സമയത്ത് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കണം കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഇതിന് മാനുവൽസ് എന്നാണ് പറയാം. ഇത് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത്, ഫ്രീ മീൻസ് നമുക്ക് കസ്റ്റമേഴ്സ് ഒന്നും ഇല്ല, ഗസ്റ്റ് ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ അടിച്ചുണ്ടാക്കുന്ന സംഭവമാണ് ഈ മാനുവൽസ് എന്ന് പറഞ്ഞു കേട്ടോ. ആ സമയത്ത് നമുക്ക് ഫോൺ എടുക്കാൻ പറ്റും, അല്ലാത്ത സമയത്ത് നമുക്ക് ഫോൺ എടുത്ത് യൂസ് ആക്കാനേ പറ്റില്ല കേട്ടോ. അങ്ങനെ ഏകദേശം എല്ലാ ഗസ്റ്റിനൊക്കെ ഒപ്പിച്ച് വിട്ട് ഞങ്ങൾ ഷിഫ്റ്റ് ക്ലോസ് ആക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾക്ക് എയർപോർട്ടിൻ്റെ അങ്ങേ തലക്കെ, ഒരു തലക്കെന്ന് വേറെ തലക്ക് പോയിട്ട് വേണം ഞങ്ങൾക്ക് പാസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലിഫ്റ്റിൽ കയറി ഇറങ്ങി ഞങ്ങൾ പാസ് കൊടുത്ത് തിരിച്ച് പോരാണ് ഗൈസ്. തിരിച്ച് പോരുമ്പോൾ ഈ നമുക്ക് ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആകുമ്പോൾ ഒരു സുഖമുണ്ട്, ഒരു ദുഃഖമുണ്ട്. അതായത് ഫസ്റ്റ് കയറുന്ന സമയത്ത് നല്ല വെയിലാക്കാരം, പക്ഷെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് നല്ല സുഖാക്കാരം, ഒരു നൈസ് ക്ലൈമറ്റ് ആക്കാരം കേട്ടോ. അങ്ങനെ പിന്നെ രാത്രിക്കത്തെ ഫുഡ് ക്യാൻറ്റീൻ തന്നെയാണ് കഴിക്കുന്നത്. രാത്രിക്ക് ഞങ്ങൾ നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും അങ്ങനത്തെ ഒരു കോംബോ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ആ കോംബോ ആണ് മേടിച്ചത്. ആ കോംബോ മേടിച്ചിട്ട് കഴിച്ചാൽ നമുക്ക് വയറിങ്ങിടുന്ന അറിയും, അത്രത്തോനെ റൈസും ഉണ്ടാവും. പിന്നെ ഒരു പീസ് ചെറിയ പീസാണെങ്കിൽ 2, വലിയ പീസാണെങ്കിൽ 1, അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഓട്ടോയ്ക്ക് പോയി. കാരണം നൈറ്റ് കുറേ നേരം ഇങ്ങനെ നടക്കൽ പോസിബിൾ അല്ല. അത് കാരണം കൂടി നൈറ്റ് ആകുമ്പോൾ ഞാൻ എപ്പോഴും ഓട്ടോക്കാണ് കേട്ടോ പോവാറുള്ളത്. ഗൈസ് എല്ലാതും കഴിഞ്ഞ് അങ്ങനെ തിരിച്ച് ഞാൻ എൻ്റെ റൂമിലോട്ട് നടന്നു പോണത് ഇപ്പം സമയം 2:55 കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് കഴിഞ്ഞാൽ ഞാൻ പോണ സമയം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ കണ്ടാൽ 2:55 പറയില്ല. കാരണം ഇപ്പോൾ ഇവിടെ പള്ളിപ്പെരുന്നാളൊക്കെ ആയ കാരണം കൊണ്ട് റോട്ടിലൊക്കെ നിറച്ച് പരിപാടിയും ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ വഴി കൂടെ മാത്രമേ ഉള്ളൂ വണ്ടി പോവാത്തത്, ബാക്കി ആ സൈഡിൽ കൂടെ ഒക്കെ വണ്ടി പോവും. അതുകൊണ്ടും കുഴപ്പമില്ല. ഞാൻ ഈ ഒരു സമയത്താണ് ഇത് കൂടെ നടന്ന് വരുന്നത്. ഇതാണ് കേട്ടോ, ഇന്നാണ് ഞാൻ നല്ല നേരം വൈകിട്ട് പോണത്. മറ്റേ ഞാൻ ഇത്ര നേരം വൈകാറില്ല, ഇന്ന് കുറച്ച് നേരം വൈകി കേട്ടോ. എല്ലാ കാരണവും തീർന്ന് ടാലിയായിട്ട് പോരുമ്പോഴത്തേനും നേരം വൈകിക്കണം. ഇന്നാണെങ്കിൽ എനിക്ക് പോയിട്ട് വർക്കൊന്നും ചെയ്യാനൊരു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ചെയ്യാനൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ വീട്ടിൽ നിന്ന് വന്ന എന്നെ കാണാണ്ട്, നിങ്ങൾക്ക് ഇന്ന് കാണണ്ടപ്പോൾ ഇപ്പോൾ കാണും ജസ്റ്റ് വെയിറ്റ്. അപ്പം ഇന്ന് വീട്ടിൽ നിന്ന് വന്ന കാരണം കൊണ്ട് എനിക്ക് എന്താ പറയുക, വർക്കൊന്നും ചെയ്യാൻ തോന്നണില്ല. എനിക്കൊരു മൂഡ് കിട്ടുന്നില്ല, മൂഡ് ഓഫ് ആയിട്ടിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് എന്തൊക്കെയോ പണി പാടി അങ്ങനെ ആയി. അങ്ങനെ എത്ര സമയമായി ഇവിടെ എത്തുമ്പോഴത്തേനും. ഞാൻ വേഗം പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് കിടക്കാൻ നോക്കട്ടെ ഗൈസ്. അങ്ങനെ റൂമിലെത്തിയ പാടെ ഞാൻ നല്ലൊരു കുളി പാസ്സാക്കി എൻ്റെ മേക്കപ്പും എല്ലാ കാര്യങ്ങളും കളഞ്ഞ് ഞാൻ സ്കിൻ കെയർ ചെയ്യാം കേട്ടോ. കാരണം ഇവിടെ വന്നിട്ട് ഇവിടെ ഭയങ്കര വെയിലാണ്. സ്കിൻ കെയർ പോലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല. കാരണം എൻ്റെ ഉറക്കം കറക്റ്റല്ല, ഫുഡ് വെള്ളം ഒന്നും കറക്റ്റല്ല, പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റും. അപ്പോൾ ഒക്കെ കൂടി എൻ്റെ മുഖം ഒന്നാകെ അടിച്ചു പോകുന്ന വിചാരിച്ചിട്ട് കുറച്ച് സ്കിൻ കെയർ ചെയ്യാം കേട്ടോ. അങ്ങനെ വന്നിട്ട് വേഗം എൻ്റെ ബെഡ്ഷീറ്റും ബെഡൊക്കെ ഞാൻ നേരെ ഉറങ്ങാൻ പോവാണ് ഗൈസ്. ഞാൻ ഒറ്റ ഉറക്കം അത്രേ ബാക്കിയുള്ളൂ. അപ്പം നമുക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.